വാട്ട്സ്ആപ്പ് ഗായ്സ്, വീണ്ടും നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഗായ്സ് സുസ്വാഗതം. ഗായ്സ്, അങ്ങനെ ടോക്സിക് കണ്ടിട്ട് എൻ്റെ പൊന്നോ എന്താ പറയാൻ, ടോക്സിക് കണ്ടിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്ത് പടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മസ്റ്റ് വാച്ച് പടമാണ്. നിങ്ങൾ മസ്റ്റ് വാച്ച് പടമാണ്, നിർബന്ധമായിട്ടും നിങ്ങൾ പോയി കണ്ടിരിക്കണം. കാരണം തിയേറ്ററിലിട്ട് പ്ലക്കി വിടണ പടമെന്ന് പറഞ്ഞാൽ പ്ലക്കി വിടണ പടമാണ്. ഞാനേ പ്ലക്കി, ഇനി നിങ്ങളും കൂടെ പ്ലക്കട്ടെ. അതുകൊണ്ട് എന്താ പറയുക, ഞാൻ കാണാമെന്ന് പറയില്ല, എന്തായിരുന്നാലും നിങ്ങൾ പോയി കണ്ടു നോക്കുക. ഇനി എൻ്റെ അഭിപ്രായം പറഞ്ഞുതരാം. ഇതുപോലത്തെ എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് പിന്നും എന്താ പറയുക, നമുക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നിട്ട് എനിക്കറിഞ്ഞൂടെ എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. എന്ന് വെച്ചാൽ ഞാൻ തന്നെ ആലോചിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു. പോട്ട് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ തിയേറ്റർ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വരെയായിരുന്നു. ഓക്കെ, സാറിന് ഫോൺ കോൾ വരുമ്പോഴേക്കും ഞാൻ ഒന്നേ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക അവിടെ തന്നെ ഇരുത്തിൽ തന്നെ എടുത്തിട്ട് ഞാൻ എന്താ പറയുക തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കാം, ജസ്റ്റ് ഒന്ന് ഞാൻ വിളിക്കാം. അല്ലെങ്കിൽ എന്താ അത്യാവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ തന്നെ എന്താ പറയുക കോൺവെർസേഷൻ നിർത്തിയിട്ട് ഞാൻ സിനിമ കാണാം. അതാണ് പൊതുവെ സംഭവിക്കുന്നത്. ഇത് ഞാൻ ഇറങ്ങി വെളിയിൽ പോയി സംസാരിച്ച് ഒരു 5 മിനിറ്റ് അങ്ങാണ്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. എന്തോന്ന് പടോട് എനിക്ക് എന്ത് പോട്ട് അത് വിട്. എന്നിട്ട് കണ്ടിട്ട് ഞാൻ ഇടയ്ക്ക് എന്താ പറയുക എന്താ പറയുക എൻ്റെ ഫോൺ എടുത്തിട്ട് യൂട്യൂബ് വരെ ഞാൻ ഇടയ്ക്ക് എന്താ പറയുക എടുത്ത് നോക്കി. എന്ന് വെച്ചാൽ അങ്ങനെ ഇതൊരു ഒരു വല്ലാത്തൊരു പടമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ദഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ തെലുങ്കന്മാർക്കും കന്നഡയും നോർത്ത് ഇന്ത്യൻസിനും ഈ പടം ഇഷ്ടപ്പെടും. അത് ചിലപ്പോൾ 1000 കോടി ഷുവറായിരിക്കും ഇങ്ങനത്തെ പടമൊക്കെ. മലയാളികൾക്ക് ദഹിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇറ്റ്സ് ഇംപോസിബിൾ ഗായ്സ്. ഇതെനിക്ക് തോന്നുന്നില്ല മലയാളി ഇത് എടുക്കും, കേക്കിങ് എടുക്കുമെന്ന് എനിക്ക്. പക്ഷേ എന്നാലും എനിക്കിപ്പോൾ വളരെ റിഗ്രറ്റാണ്, ഇത് കണ്ടുപോയില്ലേ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് അടിക്കുകയാണ്. പിന്നെ പോട്ട് അത് വിട്. ഞാൻ തിയേറ്റർ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫാമിലി അല്ല, പയ്യന്മാരുടെ ഗ്യാങ് ഒരു 3 പേര് വന്ന് യവന്മാർ പകുതി വെച്ച് ഇറങ്ങിപ്പോയി. ഞാൻ ശരി വല്ല വാങ്ങിക്കാനാണ്. പക്ഷെ അവന്മാരെ തിരിച്ച് കണ്ടില്ല. അവന്മാരെ തിയേറ്ററിൽ തിരിച്ച് അവിടെ കണ്ടില്ല. അവന്മാർ ഇറങ്ങിപ്പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവന്മാർ ഇറങ്ങിപ്പോയടാ. എൻ്റെ പൊന്നു, ഈ ടോക്സിക്കിന് ടിക്കറ്റ് കിട്ടാതെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തിയേറ്ററിലും ടോക്സിക്കിന് നേരത്തെ ഷോ ആണ്. മിക്കവാറും ഈ 2-3 ദിവസത്തിനകത്തെന്ന് പറയും ഇത് ഫുള്ള് പോയിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ലുലു മാളിലല്ല പോയത്, കാരണം ഈ പടമൊക്കെ കാണാൻ സാധാ പടം എന്താ പറയുക തിയേറ്റർ തന്നെ മതിയാവും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ലുലു മാളിൽ ഞാൻ ആദ്യം നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ലുലു മാൾ ഫുള്ള് ബുക്കിംഗ് ആണ്. എന്ന് വെച്ചാൽ ഫുള്ള് ഇങ്ങനെ തന്നെ ഷോ നേരത്തെ ഷോ ആണ്. അപ്പോഴാണ് എന്താ പറയുക ഈ ഒഡിസി അതിൽ നിന്ന് ഐമാക്സിൽ നിന്ന് എടുത്ത് മാറ്റിയത്. എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് മിക്കവാറും 2-3 ദിവസം കഴിയുമ്പോൾ ഒഡിസി വീണ്ടും തിരിച്ച് ഐമാക്സ് ഇവന്മാരെ കയറ്റാൻ സാധ്യതയുണ്ട്. ഇവന്മാർ ഈ ടോക്സിക് എന്നെ വെച്ചുകൊണ്ടിരിക്കുമെന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. ഇനി ചിലപ്പോൾ ഐമാക്സിൻ്റെ കോൺട്രാക്റ്റെല്ലാം കാണുമെന്ന് പറഞ്ഞോളൂ. ഇത്ര ദിവസം എന്താ പറയുക ഓട്ടിച്ചിരിക്കണം എന്നുള്ള കോൺട്രാക്റ്റെല്ലാം കാണുമെന്നോ. പക്ഷേ ഞാൻ പറയാണ്, വേണ്ട. എനിക്ക് നിങ്ങൾ പോയി കാണണം. ഇനി കാണണ്ട എന്നുള്ള ഒരു അജണ്ടയിലെന്ന് പറഞ്ഞാൽ ഞാൻ പുഷ് ചെയ്യുന്നില്ല. നിങ്ങൾ പോയി കാണുക, നന്നായിട്ട് പോയി കാണുക, നന്നായിട്ട് പോയി എൻജോയ് ചെയ്യുക. ഇനി ഞാൻ എന്താണ് ഈ ഒരു കണ്ടതിൻ്റെ ഹാങ് ഓവർ മാറ്റാനായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് എന്തെങ്കിലും നീ ആക്ടിവിറ്റി ചെയ്യണം. ഒരാളെ കിട്ടിയാൽ പോലും എന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ എടുത്തിട്ട് ഇടിക്കും. ഈ സിനിമയെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. യാഷ് സിഗരറ്റ് വലിക്കുന്നു, പ്ലക്കുന്നു, കൊല്ലുന്നു. സിഗരറ്റ് വലിക്കുന്നു, പ്ലക്കുന്നു, കൊല്ലുന്നു. സിഗരറ്റ് വലിക്കുന്നു, പ്ലക്കുന്നു, കൊല്ലുന്നു. ഇതാണ് ഈ സിനിമയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. സിഗരറ്റ് വലിക്കുന്നു, പ്ലക്കുന്നു, കൊല്ലുന്നു. എന്നാലും കൊല്ലണതിന് അതിരില്ലേ. ഞാൻ ഇടയ്ക്ക് റിവ്യൂ ഇട്ടിരുന്നില്ലേ, നമ്മുടെ ജെയ്സൺ സ്റ്റാത്തോ അല്ല, നമ്മുടെ അർണോൾഡ് ഷ്വാസ്നഗറും അതുപോലെ സിൽവസ്റ്റർ സലോണും തമ്മിലുള്ള ഒരു ഗ്യാങ്, അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു റൈവലറി. ഏറ്റവും നന്നായിട്ട് കൊല്ലുന്ന ഏത് സിനിമയിലാണ് എത്ര നല്ല വലിയ ഗണ്ണ് യൂസ് ചെയ്യുന്നത്, എത്ര വലിയ എന്താ പറയുക എത്ര ആൾക്കാരെ കൊല്ലുന്നത്, ക്രിയേറ്റിവിറ്റി ആയിട്ട് കൊല്ലുന്നത്. റാംബോ തൊട്ടും കമാൻഡോ ആ സിനിമയൊക്കെ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അവരുടെ ഒരു റൈവലറി. ഓക്കെ, അങ്ങനത്തെ ഒരു റൈവലറി ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ. അവർക്ക് വലിയൊരു റൈവലറിന് ഇപ്പോൾ യാഷ് കൊടുക്കും. അത്രമാത്രം ആൾക്കാരാണ് കൊന്നിട്ടുള്ളത്, ക്രിയേറ്റിവിറ്റി ആയിട്ട് കൊല്ലുന്നു. അസഹനീയം. അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. ഞാൻ കാണാന്ന് പറയുന്നത് നിങ്ങൾ പോയി കാണുക, പ്ലക്കുക. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ഒരു വീഡിയോ ആണ് കാണുന്നവരെയും. പീസ് ഔട്ട്.